ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പാവയ്ക്ക് ഇഷ്ടമുള്ളവരായി ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ വന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. എങ്കിൽ പാവയ്ക്ക് ഇഷ്ടമില്ലാത്ത, കയ്പ്പ് ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടി, പാവയ്ക്ക് കഴിക്കാനൊരാഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയുള്ളവരാണ് ഈ വീഡിയോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നും നോക്കിയാലോ. അതിനുവേണ്ടി ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു. അതിനകത്തേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക, സവോള, പച്ചമുളക് എന്നിവ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തു. വഴറ്റുമ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇടാൻ മറന്നു പോവരുതേ. ഇപ്പോൾ പാവയ്ക്ക നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മഞ്ഞൾപ്പൊടി മൂപ്പിച്ചെടുത്തോളൂ. ഇനിയാണ് നമ്മുടെ സീക്രട്ട്. ഇതിനകത്തേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല തൈരാണ് കേട്ടോ. നല്ല കട്ട തൈര് മിക്സിയിലൊന്ന് കിറടിച്ചതിന് ശേഷം ഞാൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇങ്ങനെ ചെയ്യുമ്പോൾ പാവയ്ക്കയുടെ ആ കയ്പ്പ് രുചി ഒട്ടും തന്നെ ഉണ്ടാവില്ല. മാത്രമല്ല, ഏത് പാവയ്ക്ക ഇഷ്ടമില്ലാത്തവരും ഇത് കഴിക്കുകയും ചെയ്യും. ഇനി മോരുകറിയിലേക്ക് നമുക്ക് കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ കറി റെഡിയായി. ഒഴിച്ചു കറിയായോ സൈഡ് ഡിഷായോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് കൂട്ടാവുന്നതാണ്. ഏത് പാവയ്ക്ക് ഇഷ്ടപ്പെടാത്തവരും ഈ കറി കൂട്ടുന്നതുമാണ്. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. ഒരു തട്ടിക്കൂട്ട് പരിപാടി എന്ന പോലെ ഒരു ഒഴിച്ചു കറിയുമാവും. സമയമില്ലാത്തപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി കറി കൂടിയാണ് ഇത്. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ. See you tomorrow with a new video. Bye.